ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അറബ് ലോക രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമാണ്. മോദിയും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അതിനൊരു വിള്ളലേറ്റിരിക്കുകയാണ്. സൗദിയും മോദിയും തമ്മിൽ വലിയ ആത്മബന്ധമാണ്. സൗദി രാജാവിന് മോദിയില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് വരെ സോഷ്യൽ മീഡിയകളിൽ തട്ടിവിടുന്ന സംഘപരിവാറിനോട് ഒരു കാര്യം പറയാം. ഇതാ കേന്ദ്ര സർക്കാരിനെതിരെ അറബ് ലോക രാഷ്ട്രങ്ങളും തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മോദിയോട് വിയോജിപ്പ് എന്ന് പറയുന്ന സംഘപരിവാരുകാരെ ഇതാ നിങ്ങൾ തുറന്ന് കണ്ടുകൊള്ളുക, തുറന്ന് കേട്ടുകൊള്ളുക. ഇതാ അറബ് ലോക രാഷ്ട്രങ്ങളുടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം കേന്ദ്ര സർക്കാരിന് എതിരാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അറബ് ലോക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറബ് ലോക രാഷ്ട്രങ്ങൾ എടുത്ത നിലപാടുകളാണ് ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത്. ഇന്ത്യയിലെ ചില സംഭവ വികാസങ്ങൾ അത് പച്ചയോടെ പുറത്തെത്താത്തത് കൊണ്ട് തന്നെ അറബ് ലോക രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ വസ്തുത മനസ്സിലായില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തുന്നു എന്ന്. കശ്മീർ വിഷയത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ ഇടപെട്ടപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും നരേന്ദ്രമോദിയും സൗദിയിൽ വരെ ചെല്ലാനുള്ള നീക്കം നടത്തി അവരെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വസ്തുതാ വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഡൽഹിയിലെ കലാപം ആസൂത്രിത നീക്കമാണെന്ന് അന്താരാഷ്ട്ര ലോകം തന്നെ വിളിച്ചു പറയുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു നിലപാടെടുക്കുന്നു. ആ നിലപാട് ഇങ്ങനെയാണ്. അതായത് തുർക്കി അടങ്ങുന്ന, മലേഷ്യ അടങ്ങുന്ന, UAE അടങ്ങുന്ന ഏകദേശം 57ഓളം രാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ. ഈ 57 രാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ചിലപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വരെ വിള്ളലേറ്റേക്കാം. കാരണം ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിഷയമാക്കാൻ ഈ 57 രാജ്യങ്ങളും മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ മുഖത്തിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കും. കാരണം കശ്മീർ വിഷയത്തിൽ തന്നെ നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ മോദിക്ക് തിരിച്ചടിയേറ്റതാണ്. പക്ഷേ ഈ ഡൽഹി കലാപവും കൂടി വരുമ്പോൾ എന്തായാലും മോദി ഒരു മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം അറബ് ലോക രാഷ്ട്രങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് പരിപൂർണതയോടുകൂടി മനസ്സിലായ അറബ് ലോക രാഷ്ട്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരുന്നത്. 1967 57 രാജ്യങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയുടെ ഉത്ഭവമുണ്ടാകുന്നത്. ഈ കൂട്ടായ്മ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ കേന്ദ്രത്തിനെതിരെ വളരെ പരസ്യമായി നിലപാടെടുത്ത് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് വലിയ താക്കീത് തന്നെയായിരിക്കും. ഇതിൽ എടുത്തു പറയേണ്ടത് തുർക്കിയിലെ എർദോഗാനെയാണ്. എർദോഗാൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യക്കെതിരെ തുറന്നടിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകാപരമായ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു രാജ്യമാണ്. എന്നാൽ ഇപ്പോൾ BJP അധികാരത്തിലെത്തിയതിനു ശേഷം അതൊക്കെ അവർ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവ രീതി കാണുമ്പോൾ എന്തായാലും OICയിൽ നിന്ന് ഒരു നടപടി ഇന്ത്യ പ്രതീക്ഷിച്ചോളൂ എന്നുള്ള ഒരു വലിയ താക്കീത് അദ്ദേഹം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.